അങ്ങനെ വീണ്ടും ഒരു കർക്കടക മാസം കൂടെ വരവായല്ലേ. നാളെ കർക്കടക സംക്രാന്തിയാണ്. കർക്കടക സംക്രാന്തി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കർക്കടക മാസം തുടങ്ങുന്നതിന്റെ തലേ ദിവസം. പൊടി എനിക്ക് അലർജിയാണ് കേട്ടോ. ഈ മാസ്ക് ഇല്ലാണ്ട് ഈ പണിക്ക് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഞാൻ ഇവിടെ കിടന്ന് തുമ്മിച്ചാവേണ്ടാവുള്ളൂ. ഈ ദിവസങ്ങളിൽ നമ്മൾ വീടിന്റെ അകവും പുറവും ഒക്കെ നല്ലപോലെ വൃത്തിയാക്കും. എല്ലാ ദിവസവും വൃത്തിയാക്കുമെങ്കിൽ കൂടി ഇത് ഇത്തിരി ഡീപ്പായിട്ടുള്ള വൃത്തിയാക്കലാണ്. അതായത് പഴയതും പൊട്ടിയതും പൊടി പിടിച്ചതും കീറിയതും ഒക്കെ ആയിട്ടുള്ള സാധനങ്ങളെല്ലാം എടുത്ത് ഒഴിവാക്കി വീടെല്ലാം നല്ലപോലെ അടിച്ചു തുടച്ച് വൃത്തിയാക്കി വെക്കും. ആ കട്ടിലൊന്ന് നീക്കാനുള്ള തന്ത്രപ്പാടാണ് ആ കാണുന്നത് കേട്ടോ. പക്ഷെ അത് അങ്ങനെയൊന്നും നീങ്ങില്ല. നല്ല നല്ല ശക്തി വേണം അതൊന്ന് നീക്കണം എന്നുണ്ടെങ്കിൽ. ആ കട്ടില് ആദ്യമായിട്ട് ഞങ്ങൾ കല്യാണം കഴിഞ്ഞ ഉടനെ ബാംഗ്ലൂരിൽ പോയ സമയത്ത് അന്ന് നമ്മുടെ വീട്ടിൽ ആദ്യമായിട്ട് സജിത്തേട്ടൻ്റെ ഏട്ടൻ വാങ്ങിച്ചു തന്നിട്ടുള്ള കട്ടിലാണ് കേട്ടോ അത്. അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട് ഈ ഒരു കട്ടിലിന്. എന്തായാലും അതൊന്ന് നീക്കി കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരു 2-3 എന്തായാലും വേണം. ചേട്ടാ ഭഗവതിയെ പുറത്താക്കിയിട്ട് ശ്രീ ഭഗവതിയെ അകത്താക്കുന്നത് കർക്കിടകത്തിലെ ഒരു പ്രധാന ചടങ്ങാണ് കേട്ടോ. ഈ ചേട്ടാ ഭഗവതി ഇരിക്കുന്നത് പഴയ സാധനങ്ങളിലും പൊട്ടിയ സാധനങ്ങളിലും പൊടി പിടിച്ച സാധനങ്ങളിലും ഒക്കെ അത്രേ. അതുകൊണ്ടാണ് നമ്മൾ ആ സാധനങ്ങളൊക്കെ എടുത്ത് ഒഴിവാക്കുന്നത്. ചിലരൊക്കെ പറഞ്ഞു കേൾക്കാം കള്ളക്കർക്കിടകാണെന്ന്. പക്ഷെ അങ്ങനെ കേൾക്കുന്നത് എനിക്ക് ഒട്ടും ഇഷ്ടമല്ല കേട്ടോ. കാരണം എൻ്റെ വളരെ ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു മാസമാണ് കർക്കിടകം എന്ന് പറയുന്നത്. അതിനൊരു കാരണം കൂടിയുണ്ട്. ചെറിയ കുട്ടിയാകുമ്പോൾ തൊട്ടിട്ട് ഞാൻ വീട്ടിൽ ശീബോധി വെക്കുന്നത് കണ്ടിട്ടാണ് വളർന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എനിക്കത് ഒരുപാട് ഇഷ്ടമാണ് ശീബോധി വെക്കൽ. പിന്നെ അതുപോലെ തന്നെ ഇത്രയും ഒരു പ്രാധാന്യം കൊടുക്കുന്ന വേറൊരു മാസം നമുക്കില്ല എന്ന് തോന്നുന്നു. ശീബോധി വെക്കൽ എന്താണെന്നൊക്കെ നമ്മളെ ചാനൽ സ്ഥിരമായിട്ട് കാണുന്നവർക്ക് നല്ല പോലെ അറിയുണ്ടാവും. അതെന്താണെന്ന് അറിയാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതാ ഇപ്പം സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂടെ കൂടിക്കോളൂ കേട്ടോ. നമ്മളുടെ വീഡിയോയിൽ കാണാം. സംക്രാന്തി ദിവസം വൈകുന്നേരത്തോട് കൂടിയിട്ട് നമ്മൾ വിളക്ക് കൊളുത്തുന്നതിൻ്റെ മുന്നേ ആയിട്ട് കിണ്ടിയിലെ വെള്ളവും തിരിയും ഒക്കെ ആയിട്ട് നമ്മൾ വീട് മുഴുവനെ തിരി ഒഴിഞ്ഞെടുത്ത് പിന്നെ നമ്മളതങ്ങനെ ഗേറ്റിൻ്റെ പുറത്ത് കൊണ്ടേ കളയും. എന്നിട്ടതിന് ശേഷമാണ് നമ്മൾ വിളക്ക് കൊളുത്തുന്നത്. പൊട്ടിയെ കളയുക എന്നും അതിന് പറയൂ കേട്ടോ. പണ്ടുള്ള ആൾക്കാരൊക്കെ അവർക്ക് ഇഷ്ടപ്പെടാത്ത എന്തെങ്കിലുമൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അശ്രീകരം എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ടോ? അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചേട്ടാ ഭഗവതി എന്ന് തന്നെയാണ് അത്ര ഉദ്ദേശിക്കുന്നത്. പണ്ടത്തെ കാലത്ത് ഈ മാസങ്ങളിൽ തോരാതെ മഴയും പെയ്ത് ആൾക്കാർക്ക് പണിയെടുക്കാൻ പറ്റാണ്ട് പുറത്തിറങ്ങാൻ പറ്റാണ്ട് ബുദ്ധിമുട്ടി ദുരിതം അനുഭവിച്ച് അങ്ങനെ നടന്നിരുന്ന ആ ഒരു സമയമായിരുന്നു കൊണ്ടായിരിക്കും കള്ളക്കർക്കിടകം എന്നൊക്കെ അവർ വിളിച്ചത് അല്ലേ. പക്ഷേ ഇപ്പോൾ കഥയെല്ലാം മാറി. പക്ഷേ ഈ ഒരു പേര് മാത്രം ഇനി എന്തിനാണ് നമ്മൾ അതേപോലെ തന്നെ പറയണല്ലേ. ഇത്രയും പുണ്യമായിട്ടുള്ളൊരു മാസമാണ് കർക്കിടക മാസം എന്ന് പറയുന്നത്. അപ്പൊ ഇനി നമ്മൾ അതിനെ കള്ളക്കർക്കിടകം എന്നൊന്നും വിളിക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു മാസത്തിനോട് ഇത്രയും ഒരു അറ്റാച്ച്മെന്റ് വരാൻ എനിക്ക് വേറൊരു കാരണം കൂടി ഉണ്ട് കേട്ടോ. ഞാൻ ജനിച്ച മാസം കൂടിയാണ് കർക്കിടക മാസം. അതുകൊണ്ട് തന്നെ എനിക്ക് കർക്കിടകത്തിനോട് വല്ലാത്തൊരു അടുപ്പമുള്ളൊരു മാസം കൂടിയാണ്. അപ്പൊ ഇനി അങ്ങോട്ട് ദശപുഷ്പം പറിക്കലും ശീബോധി വെക്കലും രാമായണം വായനയും ഒക്കെ ആയിട്ട് നല്ല നല്ല ദിവസങ്ങളാണ് വരാൻ പോകുന്നത്. കാത്തിരിക്കാം അല്ലേ നമുക്കും. അങ്ങനെ പറഞ്ഞു പറഞ്ഞ് എൻ്റെ ജോലിയും തീർന്നു കേട്ടോ. അപ്പൊ ഇനി നമുക്ക് നാളെ കാണാം അല്ലേ.